എല്ലാവർക്കും നമസ്കാരം. LGS പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് സാധ്യതാ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സീരീസിലെ അടുത്ത ഭാഗമാണെന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 60% ആൺകുട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ എത്ര ശതമാനമായിരിക്കും? 60% ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ 40%. എത്രയായിരിക്കും? 40%. 40% എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 40% എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 500. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ആദ്യം ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? 60% ആൺകുട്ടികളാണ് ഒരു സ്കൂളിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 60% ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എത്ര ശതമാനമായിരിക്കും പെൺകുട്ടികൾ? 100-60 കുറച്ചാൽ പോരെ. എത്രയായിരിക്കും? 40% എന്തായിരിക്കും? പെൺകുട്ടികളായിരിക്കും. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 500. എത്രയാണ്? 500 പെൺകുട്ടികളാണ്. അതെത്രയാണ്? 40%. നമുക്ക് പെട്ടെന്ന് 100% കണ്ടുകൂടെ? ഇത് കാണേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്തതിനെ 10% കാണാമല്ലോ. നമുക്ക് വേണ്ടത് എന്താ? ആൺകുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 40% 500 എന്ന് തന്നിട്ടുണ്ട്. 40% 500 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറ്? 40 ആദ്യം എന്താക്കും? 10% ആക്കും അല്ലേ? 10% ആക്കും. 40% 500 ആണെന്നുണ്ടെങ്കിൽ 10% എത്രയാണ്? 40നെ 10 ആക്കാൻ എന്താ ചെയ്തിട്ടുള്ളത്? 4 കൊണ്ട് ഹരിക്കല്ലേ ചെയ്തത്. അപ്പോൾ 500നെ 4 കൊണ്ട് ഹരിച്ചാൽ പോരെ. 500നെ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ 500നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 500ൻ്റെ പകുതി 250. 250ൻ്റെ പകുതി 125. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 40% 500 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കുകയാണ്? 40%-നെ 10% ആക്കുകയാണ്. അതിനെന്താ ചെയ്തത്? 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 500 എന്തായി? 125. 500 എത്രയായി? 125. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ കുട്ടികളുടെ എണ്ണമല്ല ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? ആൺകുട്ടികൾ എത്രയുണ്ടെന്നാണ് ചോദിച്ചത്. എത്ര ആൺകുട്ടികളുള്ളത്? 60% ചോദ്യത്തിലുണ്ട് അല്ലേ? 60% ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഈ 10%-നെ നമുക്ക് എന്താക്കിയാൽ മതി? 60% ആക്കിയാൽ പോരെ. 10%-നെ എന്താക്കിയാൽ മതി? 60% ആക്കിയാൽ മതി. 10% 125 ആണെന്നുണ്ടെങ്കിൽ 60% എത്രയായിരിക്കും? എന്ത് ചെയ്താൽ മതി? 10%-നെ ഇവിടെ 60 ആക്കാൻ എന്ത് ചെയ്തത്? 6 കൊണ്ട് ഗുണിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ 125-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 125-നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 125-നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 125-ന്റെ ഇരട്ടി 250. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്രയാണ്? 750. അപ്പോൾ എത്രയാണ് ഉത്തരം? 750. ഓപ്ഷൻ എ 750. ഇവിടെ ചെയ്തത് എന്താണ്? ഒന്നും കൂടിയും പറയുകയാണ്. ഒരു തവണ കൂടി പറയാൻ പോവുകയാണ് കേട്ടോ. നമ്മളോട് പറഞ്ഞു 60% ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലായ ബാക്കിയുള്ള 40% എന്തായിരിക്കും? പെൺകുട്ടികളായിരിക്കും. 60% ആൺകുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 40% പെൺകുട്ടികളായിരിക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ ആകെ എണ്ണം 500 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കി 40% 500 ആണ്. നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യാറെന്താ? 10%-ലേക്ക് മാറ്റും. എപ്പോഴും ആ തന്നതിനെ 10%-ലേക്ക് മാറ്റിയപ്പോൾ എത്രയായി? 40നെ 10 ആക്കാൻ 4 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 500നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 125 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾക്ക് എന്താ വേണ്ടത്? ആകെ എണ്ണമാണ് കാണാൻ പറഞ്ഞത് എങ്കിൽ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആകെ എണ്ണമാണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100% ആക്കിയാൽ മതിയായിരുന്നു. 100% ആകെ എണ്ണം. 100% ആക്കിയാൽ മതിയായിരുന്നു. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% 125 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോരോ 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ 1250 ആയേനെ. പക്ഷേ നമുക്കോട് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 60% എത്രയാണെന്നാണ്. അതായത് ആൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താക്കും? ഈ 10%-നെ 60% ആക്കും. 60% ആക്കാൻ എന്ത് ചെയ്താൽ മതി? 125-നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 750 കിട്ടും. ഇനി ഇങ്ങനെ അല്ല എങ്കിൽ എങ്ങനെ ചെയ്യാമായിരുന്നു? നമുക്ക് 10% 125 നമ്മൾ എത്തി അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 100% കാണും. ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കാണും. എത്രയാ? 1250. 1250 മൊത്തം കുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 500. അപ്പോൾ ഈ 1250 500 കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം 1250 നിന്ന് അത് ആകെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യാം? 500 കുറച്ചിട്ട്
എന്ത് 750 ആൺകുട്ടികളുടെ എണ്ണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 60% കാണുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 18 കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ കിട്ടിയ ശരാശരി മാർക്ക് 30 അവരുടെ ശരാശരി മാർക്ക് 30 എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് 43 എന്നതിനു പകരം 34 എന്നാണ് എടുത്തത്. എന്താ പറഞ്ഞത്? 43 എന്നതിന് പകരം 34 എന്നാണ് എടുത്തത്. തെറ്റു തിരുത്തിയാൽ ലഭിക്കുന്ന ശരാശരി എത്ര എന്നാ പറഞ്ഞത് അല്ലേ? എത്രയാണ് കുട്ടിക്ക് കിട്ടിയ മാർക്ക്? ശരിക്കും 43, പക്ഷെ എഴുതിയത് എത്രയാ? 34. ഇങ്ങനത്തെ രീതിയിലൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ആദ്യം നമുക്ക് ശരിക്കും എത്ര മാർക്കാണ്? 43 മാർക്കല്ലേ? ആ 43-ൽ നിന്ന് തെറ്റായിട്ട് നമ്മൾ ആദ്യം എടുത്ത മാർക്കില്ലേ 34, അത് കുറയ്ക്കുക. എന്താ ചെയ്തത്? നമുക്ക് ശരിക്കും എത്ര മാർക്കാണ്? 43 അല്ലേ? അതിൽ നിന്ന് എന്ത് ചെയ്തു? തെറ്റായിട്ട് എടുത്ത മാർക്കായ 34 കുറയ്ക്കുക. എത്ര? 43 34 കുറച്ചാൽ 9 അല്ലേ? 43 34 കുറച്ചാൽ 9 അല്ലേ? ഇതെന്ത് 9? പ്ലസ് 9 അല്ലേ? 43 34 കുറച്ച് കഴിഞ്ഞാൽ പ്ലസ് 9. സൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 9-നെ, ഈ വ്യത്യാസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? എണ്ണം, എത്ര എണ്ണം ഉണ്ട് അതിനെ കൊണ്ട് ഹരിക്കും. എണ്ണം എത്രയാ? 18 കുട്ടികളല്ലേ? ആ എണ്ണം കൊണ്ട് അങ്ങോട്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9/18. 9/18 പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി ചെറുതാക്കിയാൽ 1/2. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0.5. നമ്മൾ പറഞ്ഞാണ് ഇതൊക്കെ എന്തായാലും പഠിക്കണം അല്ലേ? 1/4 എത്രയാണ്? 1/2 എത്രയാണ്? 3/4 എത്രയാണ്? ഇതൊക്കെ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. എത്രയാ? 0.25, 0.5, 0.75 അല്ലേ? ഇത് നമുക്കറിയാം അല്ലേ? 1/2 പിന്നെ ഹരിക്കാൻ നിൽക്കേണ്ട ആവശ്യമല്ല അല്ലേ? അപ്പോൾ 0.5 ആണ് 1/2. അതായത് നമുക്ക് എന്ത് കിട്ടി? 0.5 എന്ന് കിട്ടി. ഇത് ചെയ്തപ്പോൾ 0.5 എന്താണ്? പ്ലസ് ആണ്. എന്താ? ഇത് മൊത്തം പ്ലസ്സിലാണ്, സൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലസ്സിലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ശരാശരി മാർക്ക് 30 അല്ലേ? ആ 30-ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ കിട്ടിയ 0.5 കൂടി അങ്ങോട്ട് കൂട്ടുക. 30-ൻ്റെ കൂടെ ആദ്യത്തെ ശരാശരിയുടെ കൂടെ എന്ത് ചെയ്യുക? ഈ 0.5 കൂടെ ആയിട്ട് കൂട്ടുക. അപ്പോൾ അത് ഉത്തരം കിട്ടുക 30.5. ഒരു തവണ കൂടി ഞാൻ പറയാം. എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം നമ്മുടെ ഇങ്ങനെ എന്താണ് തെറ്റായിട്ട് എഴുതിയെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആദ്യം ഒരു മാർക്കായിരുന്നു, പക്ഷേ ആ മാർക്ക് എഴുതുന്നതിന് പകരം വേറൊരു മാർക്ക് എഴുതിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അതിപ്പോൾ എത്രയായിരുന്നു? 43 ആയിരുന്നു. അത് ആദ്യം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് കുറയ്ക്കുക. എന്ത്? പകരം തെറ്റായിട്ട് എഴുതിയത് എത്രയാ? അത് കുറയ്ക്കുക. എന്നിട്ട് അതെന്താണ്? 9 എന്ന് കിട്ടി. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം? അതിനെ നമ്മൾ ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. 0.5 എന്താ? പ്ലസ് ആണ് കേട്ടോ. 0.5 എന്താ? പ്ലസ് ആണ്. ഇനി ഈ 0.5 എന്ത് ചെയ്യണം? ഈ 0.5 നമ്മുടെ ആദ്യത്തെ ശരാശരി ഉണ്ടല്ലോ കണ്ടുപിടിച്ചേ, ആ ശരാശരിയോട് കൂട്ടണം. 30 + 0.5. നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 30.5. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ആ ചോദ്യം 9, 14, 36 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 വരുന്ന ചെറിയ സംഖ്യ ഏത്? എന്താണ് ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ലസാഗു. ലസാഗു കാണാനാണ് പറയുന്നത് അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലസാഗു കാണാനാണ് പറയുന്നത്. 3 സംഖ്യ തന്നിട്ട് എന്താണ് അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ ലസാഗു കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട്. എന്ത്? ശിഷ്ടം 7 വരുന്നു. ശിഷ്ടം 7 വരുന്നു അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാലോ. ആദ്യം എന്ത് ചെയ്യാണ്? ലസാഗു കാണാൻ പോവാണ്. 9, 14, 36 ലസാഗു കാണുകയാണ്. ഏതുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 9 അവിടെ നിൽക്കട്ടെ. 14 എത്രയാ? 7. 36 ചെയ്താൽ എത്രയാ? 18 അല്ലേ? ഇനി എന്തുകൊണ്ട് ചെയ്യാം? ഇനി 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 3 9, 7 അതുപോലെ തന്നെ നിൽക്കട്ടെ. 18-നെ 3 കൊണ്ട് ചെയ്താൽ 6. ഇനി ചെയ്താലോ? ഇനി എന്തുകൊണ്ട്? ഇനി വീണ്ടും 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്താൽ 1, 7, 2. ഇനി ചെയ്യണോ? ഇനി ചെയ്യണ്ട അല്ലേ? 7-നെയും 2-നെയും ചെയ്യാൻ പറ്റിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി എന്താ? LCM കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? LCM കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ സംഖ്യകളെ ഒക്കെ നമ്മൾ ഗുണിക്കുകയാണ് അല്ലേ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 2, 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 2 ചെയ്തല്ലോ.
എത്ര ഉത്തരം കിട്ടുക? 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 7 ഗുണിക്കണം 2 ചെയ്താൽ എത്ര കിട്ടുക? ഗുണിച്ചാൽ 252 എന്ന് കിട്ടും. ഇതൊന്ന് ഗുണിച്ചാൽ 252 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് ഗുണിച്ചാൽ 252 കിട്ടും. അപ്പോൾ നമ്മുടെ LCM എന്താണ്? 252 ആണ്. പക്ഷേ കഴിഞ്ഞോ? ഇല്ല. എന്താ കഴിയാത്തതിന് കാരണം? ശിഷ്ടം 7 വരുന്നു. ശിഷ്ടം 7 വരുന്ന സംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ശിഷ്ടം 7 വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഒരു 7 കൂടി കൂട്ടണം. നമുക്ക് കിട്ടിയ LCMൻ്റെ കൂടെ ഒരു 7 കൂടി കൂട്ടണം. എത്രയാണ് അപ്പോൾ നമ്മുടെ ഉത്തരം? 259. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ LCM അല്ലെങ്കിൽ ലസാഗു കാണാം. ആദ്യം തന്നിട്ടുള്ള സംഖ്യകളുടെ ലസാഗു കാണാം. ലസാഗു കണ്ടിട്ട് എന്ത് ചെയ്യുക? ലസാഗു കാണുക ആദ്യം. എന്നിട്ട് അതിൻ്റെ കൂടെ എത്രയാണോ ശിഷ്ടം ആ ശിഷ്ടം അങ്ങോട്ട് കൂട്ടിയാൽ മതിയാവും. മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ലസാഗു കാണുക, എന്നിട്ട് അതിൻ്റെ കൂടെ എത്രയാണോ ശിഷ്ടം ആ ശിഷ്ടം അങ്ങോട്ട് കൂട്ടിയാൽ മതിയാവും. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.0001 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചോദ്യം എന്തായിരുന്നു? 0.01 ഒരു സംഖ്യ കൊണ്ട്, ആ സംഖ്യേനെ ഞാൻ എന്താണ്? എക്സ് എന്ന് എടുക്കുകയാണ്. എക്സ് എന്ന് എടുക്കുകയാണ്, വെറുതെ എടുക്കുകയാണ്, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണെന്നേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. സമം എന്താണ്? 0.0001 കിട്ടുമെന്നാണ് ചോദ്യം. അതായത് ഒരു 0.01 ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? 0.001 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇതിനെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. എങ്ങനെ കൊണ്ടുപോകുക? ആദ്യം അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഉള്ളത് അതേപോലെ എഴുതും അല്ലേ? 0.001 അതേപോലെ എഴുതും. ഇവിടെ എന്താ? ഗുണന. ഇവിടെ എന്താ? ഗുണനാണ്. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരണാവും അല്ലേ? അപ്പോൾ എന്തായി? താഴെ വന്നു 0.01. എഴുതിയ മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് 2 രീതിയിൽ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും തെറ്റാതിരിക്കാൻ വേണ്ടി പറയുന്നത് 0.0001 നമുക്ക് എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 1/1 കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? 1 2 3 4 അല്ലേ? അപ്പോൾ 1 2 3 4 0. ഇവിടെ എത്ര സ്ഥാനമാണ് മാറ്റിയിട്ടേക്കണം? 1 2 3 4 സ്ഥാനം മാറ്റിയിട്ടല്ലേ പോയിന്റ് ഇട്ടത്? അപ്പം 4 0 ഇട്ട് കൊടുക്കുക. ഒന്നിട്ടിട്ട് 4 0 ഇട്ട് കൊടുക്കുക. അതിന് തുല്യമായ ഭിന്നസംഖ്യയായിരിക്കും. ഈ ദശാംശത്തിന് തുല്യമായ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ? അപ്പം പിന്നെ നമുക്ക് 0.01 തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ ഏതാ നോക്കാം. ഏതായിരിക്കും? 1 അതേപോലെ ഇട്ടു, ഡിവൈഡഡ് ബൈ എത്രയാണ്? 1 2 2 സ്ഥാനം മാറ്റിയിട്ട് അപ്പോൾ എത്ര 0 വേണം? 2 0 വേണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എങ്ങനെയായിട്ട് മാറി? ഇതിൻ്റെ വാല്യൂവിന് പകരം ഇതിൻ്റെയൊക്കെ വിലയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഈ വിലകൾ കൊടുക്കാൻ പോവുകയാണ്. 0.0001 പകരം ഞാൻ എന്തെഴുതാണ്? 1/1000. 1/1000 എന്ന് എഴുതി. ഇനി ഡിവൈഡഡ് ബൈ ഹരിക്കണം എന്താണ്? 0.01 പകരം എനിക്ക് എങ്ങനെ എഴുതാം? 1/100. നിങ്ങൾക്കറിയാം ഭിന്നസംഖ്യകളെ ഹരിക്കാൻ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പം നമ്മൾ എന്തെഴുതി? 1/1000 അതേപോലെ എഴുതി. എന്ത്? ഗുണിക്കണം, തിരിച്ചിട്ട് ഗുണിക്കണം. ഈ 1/100 തിരിച്ചിടണ്ടേ? അപ്പം മേലെന്തായി? 100 വന്നു, താഴെ എന്താ? 1 വന്നു. ഇനി എന്താണ്? ഈ 0 2 0 വെട്ടിപ്പോയി അല്ലേ? അപ്പോൾ ബാലൻസ് എത്രയുള്ളത്? 1/100. എത്ര സ്ഥാനമാണ്? ആ 1 അതേപോലെ എഴുതി. എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് ഉത്തരണ്ടേ? 1 2 2 പൂജ്യങ്ങളാണുള്ളത്. അപ്പോൾ അല്ലേ 1 രണ്ടാമത് ആളില്ല, അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തു, എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 0.01 ഉത്തരം. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, ഒരു വരിയിൽ കിരൺ വലത്തുനിന്ന് 21ാമതാണ്. വലത്തുനിന്ന് 21ാമതാണ്. ആ വരിയിൽ ആകെ 25 പേരുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇടത്ത് നിന്ന് കിരൺ എത്രാമതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം
ആകെ എത്ര പേരുണ്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആകെയുള്ള ആളുകളുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യണം, വലത്ത് നിന്നുള്ള എണ്ണം കുറയ്ക്കണം. വലത്ത് നിന്ന് എത്രാമതാ, 21. അത് കുറയ്ക്കണം. കഴിഞ്ഞോ, ഇല്ല. ഇനി എന്ത് ചെയ്യണം, ഇവിടെ കുറച്ചില്ലേ, ഇനി എന്ത് ചെയ്യണം, അപ്പോൾ +1 കൂടി ചെയ്യണം. വലത്തുനിന്ന് 21 കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവിടത്തെ പൊസിഷനിൽ എത്തുള്ളൂ, പക്ഷെ ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു +1 കൂടിയും ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, 25 21 പോയാൽ എത്രയാ, 4 ആണ്. 4 + 1 5 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നമുക്ക് 2 രീതിയിൽ ഷോർട്ടായിട്ട് ചെയ്യാം, പക്ഷെ ഞാൻ ആദ്യം വേറൊരു രീതി പറയാം കേട്ടോ. തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 35 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്ര എന്നാണ് ചോദിച്ചത്. എന്താ പറഞ്ഞത്, തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി 35 ആയാൽ എന്നാ പറഞ്ഞത്. തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ അതായത് എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, എന്താണ്, അതുപോലെ തന്നെ സമാന്തര ശ്രേണി, എന്തൊക്കെയാണ്, തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ, അതായത് ഒരു പൊതുവ്യത്യാസമുള്ള സംഖ്യകൾ, അതായത് എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, സമാന്തര ശ്രേണി, ഇങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ എന്താണ്, ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കുള്ള സംഖ്യയായിരിക്കും. ശരാശരി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ നടുക്കുള്ള സംഖ്യയായിരിക്കും. അപ്പോൾ നടുക്കുള്ളത് ഏതാ, 35. എത്ര സംഖ്യകളുണ്ട്, 9 എണ്ണം അല്ലേ. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതിൽ നടുക്ക് ഏതാ, 35. നടുക്കാണ് 35 എന്നാണ് പറയുന്നത്. മനസ്സിലായോ. അതായത് എന്താ പറഞ്ഞത്, തുടർച്ചയായ സംഖ്യകൾ, അതായത് എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, സമാന്തര ശ്രേണി, ഈ കേസുകളിലൊക്കെ ശരാശരി തന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതെന്താണ്, നടുക്കുള്ള സംഖ്യയാണ്, അതിൻ്റെ മിഡിലുള്ള സംഖ്യയാണ് എന്ത്, ശരാശരിയായിട്ട് വരിക. അപ്പോൾ നമ്മൾ നോക്കി, ഇത് 35 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും, 37. ഇത് എത്രയായിരിക്കും, 39. ഇത് എത്രയായിരിക്കും, 41. ഇത് എത്രയായിരിക്കും, 43. അപ്പോൾ നേരെ തിരിച്ച് ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, 33 31 29 27. എന്താ, 2 കൂടി പോകണം, 2 കുറഞ്ഞു വേണം. ഒറ്റ സംഖ്യകൾ എടുത്തെഴുതാൻ നമുക്കറിയാലോ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടി, ഏതാ, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കിട്ടിയില്ലേ. ചെറിയ സംഖ്യ 27, വലിയ സംഖ്യ 43. 27 ചെറിയ സംഖ്യ, വലിയ സംഖ്യ 43. ഇത് രണ്ടും കൂട്ടിയാൽ പോരെ. ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക, 70. രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടുക, 70. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ, ഓപ്ഷൻ ബി 70 ആണ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വിചാരിച്ചാൽ, ഇതിലിപ്പോൾ വലിയ സംഖ്യ ഏതാ, ചെറിയ സംഖ്യ ഏതാ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ഉത്തരം കിട്ടും. എന്താണ്, തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര പറഞ്ഞത്, 35. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരിയാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, ഈ തന്നതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ശരാശരിയുടെ ഇരട്ടി എടുത്താൽ മതി. 35ൻ്റെ ഇരട്ടി എത്രയാണ്, 35ൻ്റെ ഇരട്ടി എത്രയാണ്, 35 × 2 എത്രയാണ്, 70. അതായിരിക്കും ഉത്തരം. മനസ്സിലായല്ലോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് വലിയ സംഖ്യ ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളോട് ചോദ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ശരാശരി 35 ആണ്, തുടർച്ചയായ 9 ഒറ്റ സംഖ്യയുടെ ശരാശരി 35 ആയാൽ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി, 35ൻ്റെ ഇരട്ടി നേരെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. എത്രയാണ് ഉത്തരം, 70. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതിലെന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്, ഒരു സംഖ്യ വന്നിട്ട് 7ന് മുൻപ് 6 വരികയും 7ന് മുൻപ് 6 വരണം. അപ്പോൾ എന്താണ്, 67 എന്നുണ്ടായിരിക്കും. എന്നിട്ട് എന്താ പറഞ്ഞത്, 7ന് ശേഷം 4 വരരുത്. അപ്പോൾ 174 വരാൻ പാടില്ല, 67 വരണം. ഇവിടെ വേറെ ഏതെങ്കിലും സംഖ്യ ആവണം, എന്താ വരുത്, 4 ആവരുത്. അതല്ലേ ചോദിച്ചത്. അങ്ങനെ എത്ര 7 ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കി, ആദ്യം ഒരു 7 ഇതല്ലേ, അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അത് 674. അപ്പോൾ ഇത് പറ്റില്ലല്ലോ, ഇല്ല. ഇനി അടുത്ത് നോക്കി ഇതാക്കുന്ന ഒരു 7 ഉണ്ട്, പക്ഷേ അതിൻ്റെ മുന്നിൽ 6 ഉണ്ടോ, അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത് നോക്കി ഇതാക്കുന്ന 672, 672, ഇത് 674, അപ്പോൾ 1 ആയി. ഓക്കെ, അപ്പോൾ എന്തായി, 1 ആയി. ഇനി നോക്കുക അടുത്ത് ഇതാക്കുന്നത് 673, ഒരു 7 ഉണ്ടല്ലേ, 673 ഉണ്ട്. അതെന്താ 674, അപ്പോൾ അത് 2 ആയി.
ഇനി അടുത്ത എന്താ ഇതാക്കുന്ന ഒരു 674, അത് പറ്റുമോ? അത് പറ്റൂല. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? 2 എണ്ണം കിട്ടി. ഉത്തരം എന്താ? ഓപ്ഷൻ ബി 2 സിമ്പിൾ ചോദ്യമല്ലായിരുന്നോ? ടെൻഷൻ ആയാൽ കിട്ടൂല അല്ലേ? നമുക്ക് ആലോചിച്ചാലും തിരഞ്ഞാലും ഒന്നും കണ്ണു പിടിക്കില്ല. അപ്പോൾ എന്തായിരുന്നു? ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് ഇതൊക്കെ എഴുതണം. ഇതൊക്കെ എന്തായാലും കിട്ടുന്നൊരു മാർക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32 കൂട്ടണം, എക്സ് സമം 1 എങ്കിൽ എക്സിൻ്റെ വില എത്ര? ഇത് ഞാൻ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32 കൂട്ടണം. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇത്ര എണ്ണത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? LCM വെച്ചിട്ട് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വേണോ? എന്താ ഇവിടെ ഉണ്ടായത്? 2 4 4 8 8 16 16 32 ഇരട്ടി പോവാണ്. മേലെ എന്താണ്? ഒറ്റ ഒന്നേ ഉള്ളൂ. ഇവിടെ താഴെ എന്തായത്? ഇരട്ടിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 31/32. എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഛേദം, ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഛേദം. അത് അതേപോലെ എടുത്തെഴുതിയിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ത് ചെയ്യും? ഛേദത്തിൽ നിന്ന് 1 കുറച്ചതായിരിക്കും അംശം. ഛേദത്തിൽ നിന്ന് 1 കുറച്ചതായിരിക്കും അംശം. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഇനി ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ എന്ത് ചെയ്യണം? LCM മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കാണണം. ഇതിൻ്റെ 2 4 8 16 32 LCM കണ്ടിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി ചെയ്യണം. പക്ഷെ അതിന് ഞാൻ നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്താണ് സംഭവം? എന്താണ്? ഇരട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചോദ്യം 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഛേദം ഏതാ നോക്കുക. ഏതാ ഛേദം? 32. അതെഴുതി. മേലെ എന്താണ്? ഈ ഛേദത്തിൽ നിന്ന് 1 കുറയ്ക്കുക. അതെത്രയാ? 31. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഇതാ പറഞ്ഞിട്ടുള്ളതല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതെങ്ങനെയായിട്ട് മാറി ഈ ചോദ്യം? 31/32 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ള രീതിയിൽ ചോദ്യം മാറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1നെ ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് 31/32 കൊണ്ടുപോയാൽ പോരെ? അപ്പോൾ എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം 31/32. 1 കുറയ്ക്കണം 31/32. എങ്ങനെ കുറയ്ക്കലായത്? ഇവിടെ പ്ലസ് ആണ്, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോയപ്പോൾ മൈനസ് ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഇതാ ചെയ്യാൻ പോവാണ്. 1 ഗുണിക്കണം 32 എത്രയാ? 32. ഇനി എന്താ അവിടെ ഒരു മൈനസ് അല്ലേ? മൈനസ് അതേമാതിരി എഴുതി. എത്രയുള്ളത്? 31 ഡിവൈഡഡ് ബൈ എത്ര അടിയിൽ? 32. എത്ര ഉത്തരം കിട്ടുക? 1/32. എത്ര ഉത്തരം കിട്ടുക? 1/32. ഒന്നിൽ നിന്ന് ഒരു സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞ, ഒരു ഭിന്നസംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. 1ൽ നിന്നൊരു ഭിന്നസംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1ൽ നിന്നൊരു സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഛേദം ഏതാ? അതന്നെ ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? 1നെ ഞാൻ എന്താക്കി? 32/32. ഇതിൻ്റെ ഛേദം ഏതാണ്? അതിൻ്റെ അംശവും ഛേദവും ആക്കിയിട്ട് 1നെ മാറ്റാം. 32/32 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1 അല്ലേ? 32/32 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 1 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 32/32 കുറയ്ക്കണം 31/32 എന്ന് എഴുതാം. ഇനി ഛേദം തുല്യമാണെങ്കിൽ ഛേദം അതുപോലെ എഴുതുക. ഇനി എന്താ? അംശത്തിൽ നിന്ന് അംശം കുറച്ചാൽ മതി. 32 31 പോയാൽ 1/32. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഈ മെത്തേഡാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡാണ് കുറച്ചുകൂടി സിമ്പിൾ. അത് മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? നമ്മൾ എന്താ ചെയ്തത്? ഒരാവണ കൂടി ഈ ഭാഗം മാത്രം ഒന്ന് പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 31/32 ആണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? ഛേദം നോക്കി അല്ലേ? ഛേദത്തിൽ നിന്ന് 1 കുറച്ച് 31/32 നമ്മൾ എഴുതി. അതിന് ശേഷം നമ്മൾ ചോദ്യം എങ്ങനെയായി? 31/32 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? 1. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 1 കുറയ്ക്കണം 31/32. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 1 ഗുണിക്കണം 32 എത്രയാ? 32. കുറയ്ക്കണം 31 അവിടെ തന്നെ ഉണ്ട്.
ഡിവൈഡഡ് ബൈ 32. ഉത്തരം എന്താണ്? 1/32. ഉത്തരം 1/32. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാമല്ലോ. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു മോഡലിലുള്ളൊരു ചോദ്യം കൂടി, അതായത് ചോദിച്ചൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32 കൂട്ടണം 1/64 കൂട്ടണം 1/128 കൂട്ടണം x = 1. ഇതായിരുന്നു ചോദ്യം. LDയിലോ 10th പ്രിലിംസിലോ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? നമുക്കറിയാം എന്ത്, ഒരു സെക്കൻഡ്, നമുക്കറിയാം എന്ത്, ഇത്രയും ഭാഗം കൂട്ടിയാൽ എത്ര കിട്ടുക? ഇതെന്ത് ചെയ്തേതാ? ഇതെന്താ ഇരട്ടി പോലെ 2, 4, 8, 16, 32, 64, 128 ഇരട്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ ഏതേതാ? 128 എടുത്തെഴുതി. മേലെ എത്രയാ അപ്പോൾ വരിക? 128 1 കുറയ്ക്കുന്നു, എത്ര? 127. ഓക്കെ ആണല്ലോ? പ്ലസ് എക്സ് = 1 എന്നുള്ള രീതിയിൽ ചോദ്യം മാറിയില്ലേ? ഇത് പഠിച്ചാലുള്ള മെച്ചം മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇനി എന്താണ്? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 കുറയ്ക്കണം 127/128. എത്ര വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 1 ഗുണിക്കണം 128 എത്രയാ? 128. കുറയ്ക്കണം 127 ഡിവൈഡഡ് ബൈ 128 എത്രയാ? 1/128. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്ക്. ഇത്രയേ ഉള്ളൂ ചോദ്യം എന്നുണ്ടെങ്കിലോ, പ്ലസ് എക്സ് = 1 ആണ്. ഇത്രയുള്ള ചോദ്യം എന്നുണ്ടെങ്കിലോ എങ്ങനെ ചെയ്യും? പറയ് എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം നോക്കൂ. ഇത്രയും ഭാഗത്തിൻ്റെ നമ്മൾ ചെയ്യും അല്ലേ? 1/2 മുതൽ 1/64 വരെ കൂട്ടിയാൽ എത്രയാ? എന്താ എഴുതുക? അതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യും? ചേർത്തിൽ നിന്ന് 1 കുറച്ച് 63. ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്താണ് കേസ്? 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം, അങ്ങനെ ഇരട്ടി പോകണം അല്ലേ? എഴുതിയല്ലോ. പ്ലസ് എക്സ് = 1. അപ്പോൾ എക്സിൻ്റെ വില എന്താ? 1 കുറയ്ക്കണം 63/64. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 64 1 കൊണ്ട് ഗുണിച്ചാൽ 64. കുറയ്ക്കണം 63. ഈ 63 തന്നെ. അപ്പോൾ ഡിവൈഡഡ് ബൈ 64 എത്ര കിട്ടുക? 1/64. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിലൊക്കെ ഒരു കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇതായിരിക്കും ഉത്തരം. ഈ ടേം ആയിരിക്കും ഉത്തരം. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നില്ല. എന്ത് ചോദിച്ചാൽ മതി? ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ ട്രിക്ക് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ ഇത് ചെയ്യാൻ കിട്ടുന്നില്ല, ഈ ട്രിക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ പോലെ LCM എടുത്തിട്ട് കാണും. LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും അല്ലേ? ആദ്യം എന്ത് ചെയ്യും? 1, 32, 16, 8, 4, 2 അതിൻ്റെ LCM കാണും. എന്നിട്ട് അത് ഛേദമായിട്ട് എഴുതും. എന്നിട്ട് ആ LCMത്തിനെ ഓരോ ഭിന്നസംഖ്യയായിട്ട് ഗുണിച്ചിട്ട് എഴുതിയിട്ട് അവയെല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ആ സംഖ്യകൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഛേദം പ്ലസ് എക്സ് = 1 എന്നുള്ള രീതിയിൽ എത്തിയിട്ട് അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യും. അപ്പോഴും നമുക്ക് ഈ ഉത്തരം തന്നെയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 5 ഗുണിക്കണം 0.5 ഗുണിക്കണം 0.05 ഗുണിക്കണം 0.005. ഇത് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൽ വേറെ മെത്തേഡൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇത് നോക്കിക്കോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 അത് മാത്രം ഞാൻ ചെയ്യണം. അതായത് ആ പോയിന്റിനെ ഒന്നും ഞാൻ നോക്കുന്നില്ല. ആ പോയിന്റ് ഒന്നും നോക്കാതെ ഞാൻ ആദ്യം ചെയ്യുകയാണ് എന്ത്? പോയിന്റ് അല്ലാത്ത ആ സംഖ്യകളെ മാത്രം ഗുണിക്കുകയാണ്. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 5 25 25 ഗുണിക്കണം 5 125 125 ഗുണിക്കണം 5 625. മനസ്സിലായല്ലോ? ഞാൻ എന്താ ആദ്യം ചെയ്തത്? ഈ സംഖ്യകളിൽ ഗുണിക്കാൻ പറഞ്ഞ സംഖ്യകളിൽ ആ സംഖ്യ ഉണ്ടല്ലോ, പൂജ്യം അല്ലാത്ത സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യേനെ മാത്രം ആദ്യം ഞാൻ എടുത്തിട്ട് ഗുണിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 625 എന്ന് കിട്ടി. എന്നിട്ട് ഞാൻ നോക്കി എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേന്ന്. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 1 സ്ഥാനം മാറ്റിയിട്ടാ. ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 1 2 സ്ഥാനം മാറ്റിയിട്ടാ. ഇവിടെ എത്ര? 1 2 3 സ്ഥാനം മാറ്റിയിട്ടാ. മനസ്സിലായല്ലോ എന്താ ചെയ്തത്? ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ട് നോക്കി, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ട് നോക്കി, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ട്, ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ട്, ഇവിടെ ഇല്ല, പോയിന്റ് ഇല്ല, അപ്പം 0 അല്ലേ? അത് എഴുതണ്ട, 0 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ കൂട്ടുക. ഇത് 3 അങ്ങോട്ട് കൂട്ടുക. അത് കൂട്ടിയാൽ എത്ര കിട്ടുക?
1ഉം 2ഉം 3ഉം 3ഉം 6. എത്ര കിട്ടുക? 6. നമ്മുടെ ഉത്തരത്തിൽ അപ്പോൾ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്? 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ. 1 2 3 4 5 6 6 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അത്രയല്ലേ ഉള്ളൂ അല്ലേ? നമ്മളെന്താ ചെയ്തത് ആദ്യം? ഒരാൾ കൂടി പറയുകയാണ്. എന്താ ചെയ്തത്? ആദ്യം ഈ 5 ഈ സംഖ്യകൾ മാത്രം ഗുണിച്ചു. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 625 ആണ്. ഇനി നമ്മൾ നോക്കി ഇവിടെ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടത് നോക്കി. ഓരോരോ കേസിലും ഇവിടെ ഒരു സ്ഥാനവും മാറ്റിയില്ല, അപ്പോൾ 0. ഇവിടെ ഒരു സ്ഥാനം മാറ്റിയിട്ടാണ്, ഇവിടെ 2 സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടത്, ഇവിടെ 3 സ്ഥാനം മാറ്റിയിട്ട്. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഇതെല്ലാം കൂട്ടാനാ പറഞ്ഞത് അല്ലേ? ഇതെല്ലാം കൂട്ടാനാ പറഞ്ഞത്. ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടി? 1 2 3 3 6. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഉണ്ടാവണം? 6 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഉണ്ടാവണം. ഇതെത്ര? 1 2 3 4 5 6 സ്ഥാനം മാറ്റിയിട്ട് വേണം. ഇവിടെ ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 ഇടും. ഇവിടെ ഉണ്ടോ? അപ്പോൾ നമ്മളൊരു 0 ഇടും. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊരു 0 ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് ഇട്ടു. 0.000625 ആണ് നമ്മുടെ ഉത്തരം. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കുക നിങ്ങൾ. 3 ഗുണിക്കണം 0.3 ഗുണിക്കണം 0.03 അങ്ങനെ ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ ഉത്തരം കാണാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ 3നെ മൊത്തം ഗുണിക്കും. 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 എത്രയാ? 3 9 9 3 27. 3 ഗുണിച്ചല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എത്ര സ്ഥാനം മാറ്റിയിട്ട്? ഇവിടെ 0 ആണ്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ എത്ര? ഒരു സ്ഥാനം മാറ്റിയിട്ട്. ഇവിടെ എത്ര? 2 സ്ഥാനം മാറ്റിയിട്ട്. നമ്മൾ എന്ത് ചെയ്യും? ഇത് കൂട്ടും അല്ലേ? അപ്പോൾ എത്ര സ്ഥാനം മാറ്റിയിട്ടാ? 3 സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഉണ്ട്. ഇവിടെ 2 സ്ഥാനമായി. മൂന്നാമത്തെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇടും, എന്നിട്ട് പോയിന്റ് ഇടും. മനസ്സിലായല്ലോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? അതായത് 16 മീറ്റർ നീളമുള്ള ഒരു ചരടാണ്. അതിൽ നിന്ന് 80 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്ത് ചെയ്താൽ 16നെ എംബൗണ്ട് ഹരിച്ചായി എന്നറിയാം. പക്ഷെ 16നെ എംബൗണ്ട് ഹരിക്കാൻ പറ്റുമോ ഡയറക്റ്റ്? കാര്യമുണ്ടോ? ഇല്ല. എന്താ? ഇവിടെ മീറ്ററാ, ഇവിടെ എന്താ? സെൻറ്റിമീറ്ററാ. എന്താണ്? ഇവിടെ മീറ്ററാ, ഇവിടെ സെൻറ്റിമീറ്ററാ. അപ്പോൾ നമുക്ക് അറിയണം എന്ത്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ഓർമ്മയുണ്ടാവണം. എന്താണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ 16 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ? 16 ഗുണിക്കണം 100 അല്ലേ? അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ? 1600 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതായത് എന്താ പറഞ്ഞത്? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാ. അപ്പോൾ 16 മീറ്റർ എന്ന് പറഞ്ഞാൽ 16നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് 1600 സെൻറ്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഹരിച്ചാൽ മതി. എന്താ ചെയ്യാം? 1600നെ 80 സെൻറ്റിമീറ്റർ കൊണ്ട് ഹരിക്കുക. 2 സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. ഈ 0 വെട്ടിപ്പോയി. ഇനി എന്താ കിട്ടുക? 8ഉം 16 അല്ലേ? 20. ഉത്തരം എന്താ? 20 കഷ്ണങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുറിക്കാം. ഉത്തരം എന്താ? ഓപ്ഷൻ എ ആണ്. ഇതേ മോഡൽ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും LGS പരീക്ഷ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കൂ. രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അമ്മുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 10 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 36 ആയിരുന്നു. 10 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 36 ആയിരുന്നു. ഇപ്പോൾ അമ്മുവിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത്. 10 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 36 ആണെന്നുണ്ടെങ്കിൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും? 10 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 36 ആയിരുന്നെങ്കിൽ ഇപ്പോൾ രാമുവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? എന്ത് ചെയ്താൽ ഈ 36നോട് എന്ത് കൂട്ടിയാൽ മതി? 10 കൂട്ടിയാൽ പോരെ? 10 കൂട്ടിയാൽ പോരെ? എത്ര കിട്ടുക? 46 വയസ്സാണ് ഇപ്പോൾ രാമുവിൻ്റെ വയസ്സ്. എത്രയാണ്? 46 വയസ്സാണ്. സിമ്പിൾ ചോദ്യം അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടത്? രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അമ്മുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മുവിൻ്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 46നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര ഉത്തരം കിട്ടുക? 23 വയസ്സ്. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ്. ഡയറക്റ്റ് ചോദ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് അധികം ബുദ്ധിമുട്ടാക്കാത്തത് കേട്ടോ. എന്താണ് പറഞ്ഞത്? രാമുവിൻ്റെ വയസ്സ് 10 വർഷം മുമ്പ് 36 ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ രാമുവിൻ്റെ വയസ്സ് എന്തായിരിക്കും? 36നോട് 10 കൂട്ടിയതായിരിക്കും. അത് എത്രയാണ്? 46. പിന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ത്? രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അത് 46, അമ്മുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാണെന്നാണ് പറഞ്ഞത്. 46 2 മടങ്ങാണെന്നുണ്ടെങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ 46നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര ഉത്തരം കിട്ടുക?
23. ഡയറക്റ്റ് സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇക്വിവാലൻസി എന്ന വാക്കുമായി ബന്ധമില്ലാത്തത് ഏതെന്ന്. അതായത് ഈ വാക്കിൽ ഉള്ള സ്പെല്ലിംഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കുകളാണോ ഇത് എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ വാല്യൂവിലുള്ള എല്ലാ സ്പെല്ലിങ്ങും എന്തുണ്ട്, ഇക്വിവാലൻസിയിലുണ്ട്, ഈക്വലിലുള്ളതും ഉണ്ട്. പക്ഷേ ക്യുസിലുള്ള ഒരു ഇത് മാത്രമല്ല, ഏതാ, സെഡ്. ഇക്വിവാലൻസിയിൽ എവിടെയെങ്കിലും സെഡ് ഉണ്ടോ ഇല്ല. അപ്പോൾ ഏതായിരിക്കും, ക്യുസാണ്. ഇനി അടുത്ത് നോക്കുക, ലൈന് നോക്കിക്കഴിഞ്ഞാലും LINE എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം, എന്താണ്, ഓപ്ഷൻ സി, ക്യുസാണ്. ഡയറക്റ്റ് ചോദ്യമായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ, എന്താ പറഞ്ഞത്, ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് എന്നാ പറഞ്ഞത്. അഭാജ്യ സംഖ്യകൾ അറിയാലോ. ഏതൊക്കെ അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7, 11 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. എന്താ പ്രത്യേകത? ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായി വരുന്ന സംഖ്യകളാണ് എന്ത്, അഭാജ്യ സംഖ്യകൾ. ഇനി ചോദ്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ എന്നാ പറഞ്ഞത്. ഒറ്റ സംഖ്യ ആയിരിക്കണം അല്ലേ. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2, അത് ഒറ്റ സംഖ്യയാണോ? അല്ല. അതിൻ്റെ പ്രത്യേകത എന്താ? ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യയാണ് എന്ത്, 2. അപ്പോൾ അതല്ല. അത് മനസ്സിലായല്ലോ, അതല്ല. അപ്പോൾ എന്താണ്, 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2, 3, 5. ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 3, 5. അതിൻ്റെ എന്താ ചോദിച്ചത്? ഗുണനഫലം ചോദിച്ചത്. അപ്പോൾ 3 × 5 എത്ര ഉത്തരം? 15. ഏതാ ഉത്തരം? ഓപ്ഷൻ എ, 15. ആരും എന്ത് ചെയ്യരുത്, നേരെ പോയിട്ട് ഇതിന് ചോദ്യം അങ്ങനെയായിരുന്നെങ്കിലോ, ആദ്യത്തെ 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2 ഗുണിക്കണം 3, 6 ആയിട്ട് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? 3, 5 ആണ് ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ. അപ്പോൾ അതിൻ്റെ ഗുണനഫലം 3 × 5 15 ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? 1, 2, 5, 26. അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സംഖ്യയായിട്ടുള്ള 1 ഇല്ലേ, അതിൻ്റെ എന്ത് ചെയ്യുന്നു, 1² + 1 ആണ് എന്ത്, 2 എന്ന് പറയുന്നത്. ഇനി നോക്കുക, 2² + 1 ആണ് എന്ത്, 5 എന്ന് പറയുന്നത്. 5² + 1 ആണ് എന്ത്, 26 എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത എന്തായിരിക്കും? അതായത് 1ൻ്റെ സ്ക്വയർ + 1, ഇനി 2ൻ്റെ സ്ക്വയർ + 1, 5ൻ്റെ സ്ക്വയർ + 1. അപ്പോൾ ഇനി എന്തായിരിക്കും? 26ൻ്റെ സ്ക്വയർ + 1 ആയിരിക്കും. 26ൻ്റെ സ്ക്വയർ എത്രയാ? 26ൻ്റെ സ്ക്വയർ 676. 676. ഇനി ചെയ്യാൻ അറിയാത്തവരെന്ത് ചെയ്താൽ മതി? കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ 26 ഗുണിക്കണം 26 ചെയ്താൽ മതി കേട്ടോ. 26ൻ്റെ സ്ക്വയർ 676. ഇപ്പോൾ മതിയോ? പോരാ. എന്താ? +1. എന്താ ഉത്തരം? 677. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങളിവിടെ കണ്ടോ 676 ഓപ്ഷനിലിട്ടത്? നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? 676 കിട്ടും, ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അടിക്കാൻ നിൽക്കരുത്, തെറ്റും കേട്ടോ. നിങ്ങളൊന്ന് നോക്കണം, ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കണം, ഇതന്നെ അല്ലേ ഉത്തരം എന്ന്. കണക്ക് എപ്പോഴും അത് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. 65, 115, 94 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 5, 7, 10 ഇവ ശിഷ്ടമായി വരുന്ന വലിയ സംഖ്യ ഏത്? എന്താ ചോദിച്ചത്? 5, 7, 10 ഇവ ശിഷ്ടമായി വരുന്ന വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? HCF കാണണം, അല്ലെങ്കിൽ ഉസാഗ കാണണം. അത് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? വലിയ സംഖ്യ കാണാൻ പറഞ്ഞാൽ എന്താണ് അതിൽ കാണേണ്ടത്? ഉസാഗ അല്ലെങ്കിൽ HCF ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ കേട്ടോ. LCM ആയിട്ട് മാറാൻ പാടില്ല. അപ്പോൾ ഇനി നോക്കുക, 65, 115, 94 ഇതിനെ ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി? HCF എടുത്താൽ മതിയെന്ന്. പക്ഷെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ചോദ്യം. എന്താണ്? യഥാക്രമം 5, 7, 10 ഇവ ശിഷ്ടമായി വരുന്നു എന്ന്. ഈ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 5, 7, 10 എന്നിവ ശിഷ്ടമായിട്ട് വരുന്നു എന്ന്. അപ്പോൾ ബുദ്ധിമുട്ടായി അല്ലേ? ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ വിചാരിക്കേണ്ട. സംഖ്യകൾ എന്താണ്? 65, 115, 94 ആണല്ലോ. ഇതിൻ്റെ യഥാക്രമം ശിഷ്ടം വരുന്നത് എത്ര? 5, 7, 10 ആണല്ലോ.
നേരെ എന്ത് ചെയ്താൽ മതി, ഈ ശിഷ്ടങ്ങൾ ആ സംഖ്യകളുമായിട്ട് കുറയ്ക്കുക. എന്താണ് 65ൻ്റെ നേരെയുള്ളത് ഏതാ 5 അല്ലേ, അത് കുറയ്ക്കുക. എത്രയാ 60. 115ൻ്റെ നേരെ ഏതാ ഉള്ളത് 7 അല്ലേ, എത്രയാണ് കുറച്ചാൽ കിട്ടുക 108. ഇനി ഏതാ ഉള്ളത് 94 അല്ലേ, 94 എന്ത് ചെയ്യുക, 94 എത്ര കുറയ്ക്കേണ്ടത് 10 അല്ലേ കുറയ്ക്കേണ്ടത്, എത്ര കിട്ടുക 84. ഈ 3 സംഖ്യകളായിട്ട് മാറ്റുക. എന്താ ഞാൻ ഇവിടെ ചെയ്തത്, ഞാൻ ഒരാളും കൂടി പറയാം. എന്താ നമ്മൾ ചെയ്തത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 65, 115, 94. ഇതിനെ ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടേണ്ടത് 5, 7, 10 എന്നിവയാണ് യഥാക്രമം ശിഷ്ടം കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 65 നമ്മൾ എന്ത് ചെയ്തു, 65 ശിഷ്ടം കിട്ടേണ്ട ഏതാ യഥാക്രമം എന്ന് പറയുമ്പോൾ 5 ആണ്, അത് എത്രയാ 60. 115 ശിഷ്ടം കിട്ടേണ്ടത് ഏതാ 7 ആണ്, അത് ചെയ്താൽ എത്രയാണ് കിട്ടുക 108. നേരെ കുറച്ചാൽ മതി. അപ്പോൾ അടുത്ത ഏതാ 94. 94 10 കുറയ്ക്കണം, എത്രയാ 84. ഇപ്പോൾ കിട്ടിയ സംഖ്യകളുണ്ടല്ലോ, ഇപ്പോൾ കിട്ടിയ സംഖ്യകൾ അതിൻ്റെ ഉസാഗ കണ്ടാൽ മതി, ഉത്തരമായി. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പോവാണ്. 60, 108, 84. ഉസാഗ കാണാൻ അറിയാലോ, എല്ലാവർക്കും കാണാൻ അറിയാലോ. എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് ചെയ്താൽ 30. 108 ചെയ്താൽ എത്ര വരിക, 108ൻ്റെ പകുതി 54. 84ൻ്റെ പകുതി എത്രയാ 42. ചെയ്തല്ലോ. ഇനിയും ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ എത്രയാ 15. 54ൻ്റെ പകുതി എത്രയാ 27. 54ൻ്റെ പകുതി 27. 42ൻ്റെ പകുതി എത്രയാ 21. കഴിഞ്ഞോ, ഇല്ല. ഇനി എന്തുകൊണ്ട് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താലോ, 3 5 15. എത്രയാ 3 9 27. ഇനിയോ 3 7 21. ഇനി ചെയ്യാൻ പറ്റുമോ, 5ലും 9ലും 7ലും കോമൺ ആയിട്ട് പോകണുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മുടെ ഉസാഗ എന്ന് പറയുന്നത് എന്താണ്, 2 ഗുണിക്കണം 3. അതായത് ഇവിടെ ഉള്ളത് ഒരു ഐ മാതിരി ഉള്ളത് അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഈ സൈഡിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്കുള്ളത് എടുക്കാൻ പാടുണ്ടോ, ഇല്ല. അതിലേക്കുള്ളതും കൂടി എടുത്താൽ അത് LCM ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താണ് 2 ഗുണിക്കണം 3. എത്ര കിട്ടുക, 2 ഗുണിക്കണം 2 എത്രയാ 4. 4 ഗുണിക്കണം 3 എത്രയാ 12. നമ്മുടെ ഉത്തരം അപ്പം എത്രയാണ് 12. ഓക്കെ ആണല്ലോ. നമ്മൾ എന്താ ചെയ്തത്, ആദ്യം നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ് 65, 115, 94 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു, 65 5 കുറച്ചു, 115 7 കുറച്ചു, 94 10 കുറച്ചു. എന്നിട്ട് 3 പുതിയ സംഖ്യകളായിട്ട് മാറി. ഏതൊക്കെ സംഖ്യകൾ 60, 108, 84. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നേരെ അവയുടെ ഉസാഗ കണ്ടാൽ മതി, ഉത്തരമായി. മനസ്സിലായാലോ. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് എഴുതാം, ABCD ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, നോക്കി, ഗോള് LTFQ ആണ് ആയത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ ഏതാ G അല്ലേ, ജിയുടെ നേരെ ഏതാ ഉള്ളത് L ആണുള്ളത് അല്ലേ. Lലേക്ക് എത്താൻ എന്താണ് 1 2 3 4 5 കൂടുകയാണ് ചെയ്തത് അല്ലേ, 5 ആണ് കൂടിയത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടി, L കിട്ടിയത്. ഇനി അടുത്ത് നോക്കുക, O അല്ലേ, ഓയുടെ എത്ര പോയത്, ഓ ഇതാക്കുന്നു ഇവിടെ, ഓയുടെ എത്ര പോയത് 1 2 3 4 5. 5 കൂടിയപ്പോൾ T കിട്ടിയല്ലോ, 5 പോയപ്പോൾ T കിട്ടിയല്ലോ, ഈ T കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ T അല്ലേ, അപ്പോൾ അവിടെ എന്താണ് 5 അല്ലേ കൂടിയത്. ഇനി അടുത്ത ഏതാ A ആണ്. എയുടെ എത്ര കൂടിയത്, എയുടെ അടുത്തുള്ളത് ഏതാ F ആണ് എഴുതിയേക്കണത്. അത് എത്ര കൂടിയാലാ 1 2 3 4 5. അതും എന്താണ് 5 കൂടുമ്പോഴാ. ഇനി അടുത്ത് നോക്ക് ഏതാ L ആണ്. L എത്രയാ, L വന്നേക്കുന്നത് എന്താ Q ആ വന്നേക്കുന്നത് അല്ലേ, Q അല്ലേ വന്നേക്കുന്നത്. L നോക്കുമ്പോൾ ഇവിടെ ഇതാ L 1 2 3 4 5 +5 അവിടെയും വന്നേക്കുന്നത്. അതായത് Lൻ്റെ ഒരു 5 എണ്ണം അങ്ങോട്ട് പോയതാണ് എന്ത് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റൺസിൻ്റെ നോക്കാമല്ലോ, RUNS. 6ൻ്റെ 5 എണ്ണം കൂടിയത് നോക്കണ്ടേ, 6ൻ്റെ 5 സംഖ്യകൾ അപ്പുറമുള്ളത് നോക്കണ്ടേ. 6 എവിടെ, 6 ഇതാക്കുന്നത് 1 2 3 4 5. ഏതാ ഫസ്റ്റത്തത് W ഉള്ള ഓപ്ഷൻ ഉണ്ടോ, ഒക്കെ W അല്ലേ. അപ്പോൾ അടുത്ത നോക്കാം, അടുത്ത ഏതാ RU ആണ്. യുവിൻ്റെ എന്ത് ചെയ്യണം 5 എണ്ണം കൂടിയത് ഏതാ നോക്കണം, ഏതാ U എവിടെ, യു ഇതാക്കുന്നു ഇവിടെ. യുവിനോട് 5 കൂട്ടണം, 1 2 3 4 5. ഏതാ ഉത്തരം Z. WZ ഉള്ളത് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, 2 എണ്ണത്തിലുണ്ട് അല്ലേ, 2 എണ്ണത്തിൽ WZ ഉണ്ട്. ഇനി അടുത്ത് നോക്കുക, നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക. അടുത്തത് S ആ, 2ലും S. അപ്പോൾ നമ്മൾ അതുമ്പോൾ ചെയ്ത് സമയം കളയണോ, വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റത്തെ Yൻ്റെ മാത്രം നോക്കിയാൽ മതി, Yയും Xും വരുന്നത്. അപ്പോൾ Sൻ്റെ മാത്രം നിർത്തി ചെയ്താൽ മതി, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണത് കേട്ടോ. Sനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 5 കൂട്ടിയാൽ എവിടെ S,
എസ് ഇതാക്കണേ 1 2 3 4 5 ഏതാണ് എക്സ് ആണ് വരിക അല്ലേ എക്സ് ആണ് വരിക. അപ്പോൾ ലാസ്റ്റ് എക്സ് ഉള്ളത് ഏതാ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് നോക്കണമായിരുന്നു എന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. എന്നിൻ്റെ കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ എത്ര എൻ എവിടെ എൻ ഇതാക്കുന്നത് 1 2 3 4 5 എസ് തന്നെ വരും അല്ലേ. എല്ലായിടത്തും എസ് തന്നെയല്ലേ വന്നേക്കുന്നത്. ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ള വാക്കുകളെ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ക്രമീകരിച്ചാൽ മൂന്നാമത്തെ വാക്ക് ഏത് എന്നാണ് ചോദ്യം അല്ലേ. നമ്മളിത് എല്ലാ ദിവസവും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ മോഡൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് കമൻ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കി 108 km/h വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? തീവണ്ടിയുടെ നീളം എത്ര? തന്നിട്ട് എന്ത് വേഗത തന്നിട്ടുണ്ട്. വേഗത തന്നിട്ടുണ്ട് എത്രയാ 108 km/h. 108 km/h. ഇനി എന്താ തന്നിട്ടുള്ളത് സമയം തന്നിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട് എത്ര 30 സെക്കൻഡാ 30 സെക്കൻഡാ. ഇനി എന്താ നമ്മൾ കാണണ്ടേ തീവണ്ടിയുടെ നീളം. തീവണ്ടിയുടെ നീളം അതായത് ദൂരമാണ് നമ്മൾ കാണേണ്ടത്. ദൂരം കാണാൻ എന്താ ഇക്വേഷൻ? ദൂരം കാണാൻ എന്താ ഇക്വേഷൻ? വേഗത ഗുണിക്കണം സമയം. വേഗത ഗുണിക്കണം സമയം. പഠിച്ചിട്ടുണ്ട്. ഇനിയും പറയണോ? എന്താണ് ഇങ്ങനെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. DST. എന്താണ് DST? നമുക്ക് എന്താ വേണ്ടത്? ഡി ഡിസ്റ്റൻസ് ദൂരാണ് വേണ്ടത്. അപ്പോൾ എന്താണ് എസ് ഗുണിക്കണം ടി. നേരെ എഴുതിയോണ്ട് എസ് എന്താ സ്പീഡ്, ടി എന്താ സമയം ആണല്ലോ. അപ്പോൾ ഇനി നോക്കുക വേഗത എത്രയാ 108 ആണ്. 108 km/h. എന്താണ് കിലോമീറ്റർ മണിക്കൂറിലുള്ളതാണ്. മണിക്കൂറിലുള്ളതിനെ നമ്മൾ എന്താക്കണം? ഇവിടെ എന്താണ് 30 സെക്കൻഡാ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മീറ്ററിലേക്ക് മാറ്റണ്ടേ? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം? 5/18. 5/18 കറക്റ്റ് ആണല്ലോ. ഇനി എന്താണ്? ഇൻറ്റു സമയം ഗുണിക്കണം. സമയം എത്രയാ 30 സെക്കൻഡ്. എത്ര സമയം? 30 സെക്കൻഡ്. വെട്ടി ചെറുതാക്കി കൂടെ? 18നെയും 108നെയും വെട്ടിക്കൂടെ? എത്രയാണ്? 18 ഗുണിക്കണം 6 ആണ് 108. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് 18ൻ്റെ ചെറിയ ഗുണനങ്ങൾ നിങ്ങൾ പഠിക്കണം. 18 കഴിഞ്ഞാൽ 36, 36 കഴിഞ്ഞാൽ 54, 54 കഴിഞ്ഞാൽ 72. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു 108 വരെയെങ്കിലും എന്തായാലും പഠിക്കണം. എന്നാൽ ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്തു പോവാം കേട്ടോ. 6 ഇനിയിപ്പോൾ എന്താ ഇത് 6 ഗുണിക്കണം 5 ഗുണിക്കണം 30. 6 ഗുണിക്കണം 5 ഗുണിക്കണം 30. 6 ഗുണിക്കണം 5 എത്രയാ? 6 5 30. 30 ഗുണിക്കണം 30 എത്രയാ? 30ൻ്റെ സ്ക്വയർ എത്രയാ? 900. എത്രയാണ്? 900 മീറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. സാന്ദ്ര 1 സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടും. എത്രയാണ്? 1 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ ദൂരം ചവിട്ടും. 2 മിനിറ്റ് കൊണ്ട്. എന്തുകൊണ്ടാണ് 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടുന്ന ചോദിച്ചേക്കുന്നത്? എത്ര ദൂരം ചവിട്ടുന്ന ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്കപ്പോൾ എന്ത് തന്നിട്ടുള്ളത്? വേഗത തന്നിട്ടുണ്ട് അല്ലേ. വേഗത തന്നിട്ടുണ്ട്. എന്ത് 1 സെക്കൻഡിൽ 2 മീറ്റർ. അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് വേഗത എന്ന് പറയുന്നത്. അത് തന്നിട്ടുണ്ടല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ട്. എന്ത് 2 മിനിറ്റ്. സമയം എത്രയാ? 2 മിനിറ്റാ. 2 മിനിറ്റാ അല്ലേ. ഇനി എന്താ നമുക്ക് കാണണ്ടേ? ദൂരമാണ് കാണണ്ടേ. ദൂരം കാണാൻ എന്താ ചെയ്യേണ്ടത്? വേഗത ഗുണിക്കണം സമയം. വേഗത ഗുണിക്കണം സമയം. വേഗത എത്രയാ? 2. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് മിനിറ്റാണിത്. ഈ 2 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണല്ലോ. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്? 60 മിനിറ്റാ. സോറി 60 സെക്കൻഡ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഗുണിക്കണം 60 അല്ലേ. 2 ഗുണിക്കണം 60 അല്ലേ. എത്രയാണ്? 120 സെക്കൻഡ് അല്ലേ. 120 സെക്കൻഡ്. 2 മിനിറ്റ് നമുക്ക് അപ്പം എങ്ങനെ എഴുതാം? 120 സെക്കൻഡ് എന്ന് എഴുതിക്കൂടെ?
അപ്പോൾ എന്താണ് 2 ഗുണിക്കണം സമയം എത്ര ഇപ്പോൾ 120 സെക്കൻഡ്. സെക്കൻഡിലേക്ക് മാറ്റുന്നത് എന്താ? വേഗത മീറ്റർ പെർ സെക്കൻഡിലാണ്. 1 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ ചവിട്ടുന്നു. 1 സെക്കൻഡിൽ 2 മീറ്റർ പോവും. 1 സെക്കൻഡിൽ 2 മീറ്റർ പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദ്യം എന്തായിരുന്നു? 2 മിനിറ്റിൽ എത്ര ദൂരം പോകുന്ന? 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡാ? 120 സെക്കൻഡാ. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 120 സെക്കൻഡാ. എങ്ങനെ കിട്ടിയത്? 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാ. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 സെക്കൻഡ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇനി എന്ത് ചെയ്യും? 2 മീറ്റർ ഗുണിക്കണം എന്ത്? 1 സെക്കൻഡിൽ 2 മീറ്റർ പോകുമ്പോൾ 2 മീറ്റർ ഗുണിക്കണം എന്ത്? 2 മിനിറ്റ്. മിനിറ്റിന് പകരം എന്ത് എഴുതണം? സെക്കൻഡിലേക്ക് മാറ്റണം. 120 കൊണ്ട് ഗുണിക്കണം. 2 ഗുണിക്കണം 120 എത്രയാ? 240 മീറ്റർ. എത്ര ദൂരം പോവും? 240 മീറ്റർ. ഏതാ ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതി 8 ആണ് എങ്കിൽ സംഖ്യ ഏതാണ്? ഞാനിതൊരു എക്സ് വെച്ചിട്ടുള്ള ആദ്യം പറയാം കേട്ടോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് എടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞത്? ആ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും, സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ സംഖ്യ എക്സ് ആണെന്നുണ്ടെങ്കിൽ 3 മടങ്ങ് എത്രയായിരിക്കും? 3x ആയിരിക്കില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? 5 കുറച്ചതിൻ്റെ, ഇതിൽ നിന്ന് അപ്പം എന്ത് ചെയ്യണം? 5 കുറയ്ക്കണം അല്ലേ? പകുതി, കുറച്ചതിൻ്റെ പകുതി. ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /2 അല്ലേ? കറക്റ്റ് അല്ലേ? ഇതെന്താണെന്നാ പറഞ്ഞത്? 8 ആണ് എന്നാ പറഞ്ഞത്. എന്താണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ചോദ്യാർത്ഥിതാവ് പറഞ്ഞിട്ടുള്ളത് സംഖ്യ എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ 3 മടങ്ങിൻ്റെ, 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x, അതിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതി. പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? എത്രയാണ്? 8 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഖ്യ എത്ര അല്ലെങ്കിൽ എക്സ് എത്ര എന്ന് കണ്ടാൽ പോരെ. അപ്പം ഇനി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 എന്ത് ചെയ്യണം? വലത്തോട്ട് കൊണ്ടുപോകണം അല്ലേ? സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോകണം. 3x - 5 = 8 അവിടെ തന്നെ നിൽക്കട്ടെ. ഈ /2 ആകുമ്പോൾ അവിടെ എത്തുമ്പോൾ എന്താവും? ഇവിടെ ഹരണമാകുമ്പോൾ സമത്തിൻ്റെ അപ്പുറം ഗുണനം 2. അപ്പോൾ എന്തായി? 3x കുറയ്ക്കണം 5 എന്ന് പറയുന്നത് എത്രയായി? 16 ആയി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? 3x = 16. ഈ -5 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ +5 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3x = 21. അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? x = 21/3. ഈ 3 അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. എത്ര ഉത്തരം? 7. 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7 ആണ് നമ്മുടെ ഉത്തരം. ഇനി നിങ്ങൾക്ക് എക്സ് വെച്ച് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കാം. എക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് എക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസ് എടുക്കുക. നേരിട്ട് ഓപ്ഷൻസ് എടുത്തിട്ട് ചെയ്യുക. എല്ലാ മാത്സിലെ പ്രോബ്ലങ്ങളും ഏകദേശം നമുക്കിപ്പോൾ 20 ചോദ്യം ഉണ്ടെങ്കിൽ അതിലൊരു 15 ചോദ്യത്തോളം നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ. ഓപ്ഷൻ എടുത്ത് തന്നെ ചെയ്യാൻ കഴിയും. അതായത് ഉത്തരം കിട്ടാത്ത അവസ്ഥയില്ലാന്ന്. അപ്പോൾ നോക്കുക. ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ നിന്നും 5 കുറച്ചതിൻ്റെ പകുതി 8 ആണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ എ ഓപ്ഷൻ എടുത്തു. ഇതിൻ്റെ ഈ സംഖ്യയുടെ 3 മടങ്ങ്, 8ൻ്റെ 3 മടങ്ങ് എത്രയാ? 3 ഗുണിക്കണം 8 എത്രയാ? 24 അല്ലേ? അതിൽ നിന്ന് 5 കുറച്ചതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? പകുതി പറഞ്ഞു കഴിഞ്ഞാൽ 5 കുറച്ചാൽ എത്രയാ? 24ന് 5 കുറച്ചാൽ എത്രയാ? 24ന് 5 കുറച്ചാൽ എത്രയാ? 24ന് 5 കുറച്ചാൽ 19. അതിൻ്റെ പകുതി എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ പോരെ? 8 ആണ് എന്നാണ് പറഞ്ഞത്. 19ൻ്റെ പകുതി എത്രയാ? 9.5 അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ 8 എന്തല്ല? ഉത്തരമല്ല. ഇനി അടുത്ത ഓപ്ഷൻ എടുക്കുക. 12നെ എടുത്തു. 12ൻ്റെ 3 മടങ്ങ് എത്രയാ? 36. 12ൻ്റെ 3 മടങ്ങ് പറഞ്ഞാൽ 12 ഗുണിക്കണം ഇതെടുത്തപ്പോൾ കേട്ടോ. 12ൻ്റെ 3 മടങ്ങ് പറഞ്ഞാൽ 12 ഗുണിക്കണം 3 36. അതിന് എത്ര? 5 കുറച്ചത്. 36ന് 5 കുറച്ചാൽ എത്ര കിട്ടുക? 36ന് 5 കുറച്ചാൽ 31. അതിൻ്റെ പകുതി 8 ആണ് എന്നാണ് പറയുന്നത്. 31ൻ്റെ പകുതി എത്രയാ? 15.5. 8 ആണോ? അല്ല. അപ്പോൾ ഇതും എന്തല്ല? ഉത്തരമല്ല. അടുത്ത ഓപ്ഷൻ നോക്കുക. 9 എടുത്ത് നോക്കാം. 9 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 9ൻ്റെ 3 മടങ്ങ് എത്രയാ? 9ൻ്റെ 3 മടങ്ങ് എത്രയാ? 9 27. 27ന് 5 കുറച്ചത്. 27ന് 5 കുറച്ചാൽ എത്ര കിട്ടുക? 22. അതിൻ്റെ പകുതി 22ൻ്റെ പകുതി എത്രയാ? 11. ഇതെന്തല്ല? 8 അല്ല. അല്ലല്ലോ. അപ്പോൾ ഇതും എന്തല്ല?
ഉത്തരമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ ഡി ഓപ്ഷൻ 7 എടുത്ത് നോക്കാം. 7ൻ്റെ 3 ഇരട്ടി എത്രയാണ്? 21. 21 നിന്ന് എത്രയാണ് 5 കുറച്ചത്? 21ൽ നിന്ന് 5 കുറച്ചത് എത്രയാ? 21 5 കുറച്ചാൽ എത്രയാ? 21 5 കുറച്ചാൽ 16. അതിൻ്റെ പകുതി എത്രയാ? 8 തന്നെയല്ലേ? അപ്പോൾ അതെന്താണ്? അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.